Hello, good morning again. Good morning. So in this class we will see about the most important thing in a project, that is database connection. Okay, database connection എന്ന് പറയുമ്പോൾ we can think about a project which contains a GUI and a database. അല്ലേ, നമ്മൾ GUI ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് വഴി അല്ലെങ്കിൽ പ്രോഗ്രാം വഴി നമ്മൾ ഡാറ്റ കൊടുക്കുന്നു, അത് ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യുന്നു. ആവശ്യാനുസരണം ഡാറ്റാബേസിനകത്ത് നിന്ന് വി ആർ റിട്രീവിങ് വാല്യൂ ടു ദി ഗ്രാഫിക്കൽ ഇൻ്റർഫേസ് ഓൾസോ. രണ്ട് നോക്കാം. അതായത് ഒന്ന്, ഒരു ഇൻപുട്ട് നമ്മൾ വി ആർ ഗിവിങ് ഇൻപുട്സ് ടു ദി ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ആൻഡ് വി ആർ സ്റ്റോറിങ് ഇറ്റ് ടു ദി ഡാറ്റാബേസ്. After that, as and when required, we will take data from the database and we will display it in the interface. ഇത് ഒരു എന്താണ്, ഇതൊരു we have the GUI അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാം അവിടെയുണ്ട്. ഓക്കെ, ഡാറ്റാബേസ് നമുക്ക് താഴെയുണ്ട്. ഈ ഡാറ്റാബേസിനകത്ത് മൾട്ടിപ്പിൾ ടേബിൾസ് ഉണ്ടാവാം. ഈ ഡാറ്റാബേസിനകത്ത് മൾട്ടിപ്പിൾ ടേബിൾസ് ഉണ്ടാവാം. ഓക്കെ, മൾട്ടിപ്പിൾ ടേബിൾസ് ഉണ്ടാവാം. ഈ ടേബിൾസിനകത്ത് എന്തുണ്ടാവും? ഈ ടേബിൾസിനകത്ത് റോസും കോളംസും ഉണ്ടാവും. ഓക്കെ, നമുക്കറിയാം ടേബിൾ കണ്ടെയ്ൻസ് റോസ് ആൻഡ് കോളംസ്. ഐഡിയ മനസ്സിലായല്ലോ? അതായത് ഡാറ്റാബേസിനകത്ത് മൾട്ടിപ്പിൾ ടേബിൾസ് ഉണ്ടാവും. ഓരോ ടേബിൾസിനകത്തും റോസും കോളംസ് ഉണ്ടാവും. ഓരോ ടേബിളിനും ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ നെയിം ഓൾസോ. അപ്പോൾ ഇവിടെ നിന്ന് അല്ലെങ്കിൽ എന്താണ്, ഈ ഡാറ്റാബേസിനകത്തുനിന്ന് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിനകത്തുനിന്ന് വാല്യൂസ് ഡാറ്റാബേസിലേക്ക് ഇൻസേർട്ട് ചെയ്യും, ടേബിൾസിലേക്ക് ഇൻസേർട്ട് ചെയ്യും, ഓരോ ടേബിളിലേക്ക് ഇൻസേർട്ട് ചെയ്യും. അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ദി നീഡ് വി ഇൻസേർട്ട് ഡാറ്റ ടു ഡിഫറെൻറ്റ് ടേബിൾസ്. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ടേബിൾസിനകത്തുനിന്ന് ആവശ്യാനുസരണം ഫോർ ക്രിയേറ്റിംഗ് റിപ്പോർട്ട്സ് ആൻഡ് ഫോർ ഡൂയിങ് സം ഓപ്പറേഷൻസ് we will be taking from the tables to the graphical application also. അപ്പോൾ നമുക്കറിയാം, ഈ പ്രോജക്റ്റിനകത്ത് ഗ്രാഫിക്കൽ ആപ്ലിക്കേഷൻ്റെ ആ ഒരു ഇൻ്റർഫേസ് ഉണ്ടാക്കാൻ വേണ്ടി വി ക്യാൻ യൂസ് ജാവ യൂസ് ചെയ്തിട്ട് വി ക്യാൻ ക്രിയേറ്റ് ഫ്രണ്ട് എൻഡ്. ഓക്കെ, ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും. അതുപോലെ ബാക്കി ലാംഗ്വേജ്, ഇപ്പോൾ വിഷ്വൽ ബേസിക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലാംഗ്വേജ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ ക്രിയേറ്റ് ദിസ് ഫ്രണ്ട് എൻഡ്. ഓക്കെ, similarly we can create backends also by using any of the languages. SQL ആവാം, അല്ലെങ്കിൽ ഒറാക്കിൾ ആവാം. SQL ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് MySQL ആവാം, അല്ലെങ്കിൽ SQL സെർവർ ആവാം, അല്ലെങ്കിൽ ഒറാക്കിൾ ആവാം, അല്ലെങ്കിൽ ഫോക്സ് പ്രോ, എന്തെങ്കിലും ആവാം. സോ ദീസ് ആർ DBMS, database management systems, and these are interfaces. എന്തായാലും നമുക്ക് എന്ത് വേണം, we need to have a communication between this interface and this backend. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി we need drivers. അതായത് ഓരോ ഇപ്പോൾ we are studying Java now. അപ്പോൾ ഈ ജാവ പ്രോഗ്രാമിനകത്തുനിന്ന് MySQL ഡാറ്റാബേസ് ആണെങ്കിൽ MySQL ഡ്രൈവർ ഉപയോഗിക്കണം. If I am using Oracle database, I need to use driver of Oracle database. If I am using Access database, I need to use driver of this Access database. Okay, അപ്പോൾ നമുക്ക് ഏത് ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നോ അതിൻ്റെ കറസ്പോണ്ടിങ് ഡ്രൈവർ വി നീഡ് ടു രജിസ്റ്റർ ഫോർ ദിസ് ആക്സസ്. മനസ്സിലായോ? അതിപ്പോൾ ഗ്രാഫിക്കൽ ഇൻ്റർഫേസിനകത്തുനിന്ന് ഇങ്ങോട്ടേക്ക് അല്ലെങ്കിൽ ഡാറ്റാബേസിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ ഫ്രം JVM ടു database backend we need drivers. അപ്പോൾ JDBC എന്ന കമ്പോണൻ്റ് ആണ് ജാവയ്ക്കകത്ത് ഡാറ്റാബേസ് കണക്ടിവിറ്റി സപ്പോർട്ട് ചെയ്യുന്നത്, ജാവ ഡാറ്റാബേസ് കണക്ടിവിറ്റി JDBC. പിന്നെ വിൻഡോസിനകത്തുള്ളത് വിൻഡോസ് ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ ആക്സസ് എല്ലാം ഉപയോഗിക്കുന്നത് ODBC ആണ്, ഓപ്പൺ ഡാറ്റാബേസ് കണക്ടിവിറ്റിയാണ്. അപ്പോൾ ഈ ഓപ്പൺ ഡാറ്റാബേസ് കണക്ടിവിറ്റിയും JDBC ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വി നീഡ് സം ഡ്രൈവേഴ്സ്. ഡ്രൈവർ മീൻസ് ഒന്നുമില്ല, ഒരു ട്രാൻസ്ലേറ്ററാണ്. ഇപ്പോൾ നമുക്കറിയാം, ഒരു ഹിന്ദി ആൻഡ് മലയാളം സംസാരിക്കുന്ന രണ്ടുപേരുണ്ടെങ്കിൽ ഇടയ്ക്ക് എന്ത് വേണം, ഇടയ്ക്ക് ഒരു ട്രാൻസ്ലേറ്റർ, ഒരു ഫെസിലിറ്റേറ്റർ വേണം. ദേ നീഡ് ടു, ഇഫ് എ ഹിന്ദി പേഴ്സൺ ആൻഡ് എ
Malayali person needs to communicate, they need a translator in between. ഒരു ഫെസിലിറ്റേറ്റർ വേണം, അതാണ് ഡ്രൈവർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ വിൽ സീ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഫോർ ദിസ് ഡാറ്റാബേസ് കണക്ഷൻ നൗ. Okay, so the different steps are this. First we have to register a driver. As I told, we need a driver for registration. A driver register. പിന്നെ ചെയ്യേണ്ടത് ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം. വി നീഡ് ടു എസ്റ്റാബ്ലിഷ് എ കണക്ഷൻ. അതായത് ഈ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് JDBCക്കകത്തുള്ള ഏതെങ്കിലും ക്ലാസ് ഉപയോഗിച്ചിട്ട് വി നീഡ് ടു എസ്റ്റാബ്ലിഷ് എ കണക്ഷൻ. Then we need to create statements for communication to database. കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഡാറ്റാബേസിനകത്ത് എന്ത് ചെയ്യാം, വാല്യൂസ് എടുക്കാനുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാം, അത് എക്സിക്യൂട്ട് ചെയ്യാം. എക്സിക്യൂട്ട് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് സ്റ്റോർ ദ റിസൾട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, 4 സ്റ്റെപ്പാണ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പുകൾ. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഒന്നാമത്തെ സ്റ്റെപ്പിനാണ് ഞാനിപ്പോൾ ഐ ആം യൂസിങ് എക്സാമ്പിൾ ഓഫ് ദിസ് ആക്സസ്. ഐ ആം യൂസിങ് എക്സാമ്പിൾ ഓഫ് ആക്സസ്. അപ്പോൾ ഇതിനുവേണ്ടി ഒന്നാമത്തേന് വേണ്ടി ഞാൻ ചെയ്യുന്നത്, അപ്പോൾ ഇത് കണ്ടോ, അത് ഏത് ഫോർ യൂസിങ് ഓൾ ദി ഡാറ്റാബേസ് ക്ലാസ്സസ് വി നീഡ് ടു ഇമ്പോർട്ട് എ പാക്കേജ് കോൾഡ് SQL.star. സോ ഇമ്പോർട്ട് java.sql.star. ആ പാക്കേജ് ഇമ്പോർട്ട് ചെയ്തു എങ്കിൽ മാത്രമേ ഈ ക്ലാസ്സിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ആൻഡ് ദി ഫസ്റ്റ് ക്ലാസ് വി ആർ യൂസിങ് ഇസ് ക്ലാസ് എന്ന പേരിൽ ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സാണ് ഡാറ്റാബേസിൻ്റെ ഡ്രൈവർ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് രജിസ്റ്റർ എ ഡ്രൈവർ എന്ന് പറയുമ്പോൾ വി ഹാവ് ടു രജിസ്റ്റർ ദി ഡ്രൈവർ. ദിസ് ഈസ് എ ഡ്രൈവർ നെയിം, sun.jdbc.odbc.jdbc odbc. Driver is the driver name for connecting to access. ഒറാക്കിലാണെങ്കിൽ മാറും, ഒറാക്കിലാണെങ്കിൽ ഡ്രൈവറിൻ്റെ പേര് മാറും, രജിസ്ട്രേഷൻ ടൈപ്പ് മാറും. അപ്പോൾ ഇതിനകത്ത് വി ആർ യൂസിങ് ദി ഫംഗ്ഷൻ ഫോർ നെയിം ഫംഗ്ഷൻ, which is a static function of the class. So I am using class.forName for registering the driver. ഇത് ഉപയോഗിച്ച് ആദ്യം ഡ്രൈവർ രജിസ്റ്റർ ചെയ്തു. After that I am creating a connection. Second step is to establish a connection. For that I am using a connection class. ക്ലാസ്സിൻ്റെ ഒരു കണക്ഷനാണ്. അതിനകത്ത് വേറെ ക്ലാസ് ഉപയോഗിക്കുന്നുണ്ട്, ഡ്രൈവർ മാനേജർ. അപ്പോൾ ഗെറ്റ് കണക്ഷൻ ഈസ് എ സ്റ്റാറ്റിക് ഫംഗ്ഷൻ ഓഫ് ദിസ് ക്ലാസ് ഡ്രൈവർ മാനേജർ. അപ്പോൾ കണക്ഷൻ C is equal to driver manager dot get connection JDBC:/ODBC:/test എന്ന വാക്യം കൊടുക്കുന്നതോടെ ടെസ്റ്റ്. അപ്പോൾ ടെസ്റ്റ് എന്ന ഒരു ഇറ്റ്സ് എ DSN, ഡൊമൈൻ സർവീസ് നെയിം മാത്രമാണത്, അത് മാറ്റി കൊടുക്കാം. അടുത്തത് യൂസർ നെയിം പാസ്വേഡാണ്. ഇത് JDBC എന്നുള്ളതും ODBC ഉള്ളതും കമ്പൽസറി ആണ്. ഈ ടെസ്റ്റ് എന്നുള്ളത് എന്താണ്, നമുക്കൊരു DSN ഉണ്ടാക്കുന്നതാണ്, അത് നമുക്ക് മാറ്റി കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് ആ ഡാറ്റാബേസിൽ പ്രവേശിക്കാനുള്ള യൂസർ നെയിം പാസ്വേഡാണ് അത്. ഞാൻ പറഞ്ഞു ഡാറ്റാബേസിനകത്ത് മൾട്ടിപ്പിൾ ടേബിൾസ് ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഡാറ്റാബേസ് വരെയുള്ള കാര്യങ്ങൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. കണക്ഷൻ C is equal to ഇത് ഉപയോഗിച്ചിട്ട് കണക്ഷൻ കൊടുക്കും. ഇനി ടെസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാം? ടെസ്റ്റ് ഉണ്ടാക്കുന്നത് നമ്മൾ വിൻഡോസ് ആണെങ്കിൽ വിൽ ബി യൂസിങ് കൺട്രോൾ പാനൽ. അതിനകത്ത് വിൽ ബി യൂസിങ് അഡ്മിനിസ്ട്രേറ്റീവ് ടൂൾസ്. അതിനകത്ത് നമ്മൾ ODBC സോഴ്സസ് എന്നൊരു ലിങ്ക് ഉണ്ട്, ഒരു ഐക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യും. എന്നിട്ട് അതിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിൽ ബി ഗിവിങ് ദി ഡാറ്റാബേസ് ടൈപ്പ്, MS ആക്സസ് ടൈപ്പ് എന്ന് പറയും. ഡാറ്റാബേസിൻ്റെ പേരും കൊടുക്കും. അപ്പോൾ അതിനകത്ത് ഒരു ഗ്രാഫിക്കൽ ഒരു ഇതാണ്, അതിനകത്ത് നമുക്കൊരു DSN നെയിം കൊടുക്കാൻ പറ്റും. ആ DSN നെയിമാണ് ടെസ്റ്റ് എന്ന് കൊടുക്കുക. സോ യൂസിങ് ദി കൺട്രോൾ പാനൽ വി ആർ സെറ്റിംഗ് എ DSN അപ് ടു ഡാറ്റാബേസ്. ഡാറ്റാബേസിൻ്റെ ടൈപ്പും ഡാറ്റാബേസിൻ്റെ നെയിമും എല്ലാം കൊടുത്തിട്ട് ഡാറ്റാബേസ് വരെ കണക്ഷൻ എത്തിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ഈ ഒരു ലൈൻ. കണക്ഷൻ C is equal to driver manager dot get connection JDBC:/ODBC:. ഈ ടെസ്റ്റ് എന്നുള്ളൊരു DSN എങ്ങനെ ഉണ്ടാക്കുന്നതാണ്. കൺട്രോൾ പാനലിനകത്ത് നമ്മൾ ഡാറ്റാബേസ് വരെയുള്ള കാര്യങ്ങൾ, കണക്ഷൻ എത്തിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഈ ഒരു വാക്ക്, ടെസ്റ്റ് എന്ന വാക്ക്. ഇത് എന്താണോ ദിസ് നെയിം ആണ് വി ആർ സ്പെസിഫൈങ് ഇൻ ദിസ് കൺട്രോൾ പാനൽ. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. ഡാറ്റാബേസ് നെയിം വരെ എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നമുക്ക് വി ക്യാൻ മൂവ് ഓൺ ടു തേർഡ് സ്റ്റെപ്പ് കോൾഡ് ക്രിയേറ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഫോർ കമ്മ്യൂണിക്കേഷൻ ഡാറ്റാബേസ്. ആ കമ്മ്യൂണിക്കേഷൻ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. അത് ഒന്നുകിൽ ഇൻസേഷൻ ആവാം,
അല്ലെങ്കിൽ ഡിലീഷൻ ആവാം, സെലക്ഷൻ ആവാം, അപ്ഡേഷൻ ആവാം, അല്ലെങ്കിൽ ടേബിൾ ക്രിയേഷൻ ആവാം. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് ഉള്ളത് എന്താണ്? ആർ SQL സ്റ്റേറ്റ്മെൻറ്റ്സ് വിച്ച് ഓപ്പറേറ്റ്സ് ഓൺ ടേബിൾസ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യം നോക്കുക. സ്റ്റേറ്റ്മെൻറ്റ് ഒരു ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്നു. സ്റ്റേറ്റ്മെൻറ്റ് s=c.create സ്റ്റേറ്റ്മെൻറ്റ്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി എന്താണ് സ്റ്റേറ്റ്മെൻറ്റ്? സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ്. അതായത് ആ ടേബിളിനകത്ത്, ആ ഡാറ്റാബേസിനകത്ത് there is a table called student. So I need to execute the query. So I need to execute this statement s.execute query select star from student. അപ്പോൾ നിങ്ങൾക്കറിയാം ഒരു ടേബിൾ മൊത്തം കിട്ടും അല്ലേ? സെലക്ട് നിങ്ങളുടെ യു ഹാവ് സ്റ്റഡി DBMS and so you know that what is the output of the query select star from student. You will be getting a full table. ഒരു ഫുൾ ടേബിളാണ് കിട്ടുക. ഈ ഫുൾ ടേബിളിനെ സ്റ്റോർ ചെയ്യാൻ പാകത്തിലുള്ളൊരു ഒബ്ജക്റ്റ് വേണം. ആ ഒബ്ജക്റ്റാണ് റിസൾട്ട് സെറ്റ് എന്നുള്ള ഒബ്ജക്റ്റ്. So I am creating the object of the class result set R. So R is the object which is used to store the output of this query. അപ്പോൾ ആറിനകത്ത് ഒരു ടേബിൾ ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണ്? പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? പ്രോസസ്സ് ചെയ്യാം. ആവശ്യം പോലെ എന്ത് ചെയ്യുക? എക്സിക്യൂട്ട് ചെയ്തിട്ട് എക്സിക്യൂഷനും സ്റ്റോറിങ് കഴിഞ്ഞു. അതാണിത്. എക്സിക്യൂഷൻ ആൻഡ് സ്റ്റോറിങ് ഈസ് ഡൺ ബൈ ദീസ് 2 സ്റ്റേറ്റ്മെന്റ്സ്. ഇനി നമുക്ക് കാണുകയും ചെയ്യാം. അതാണ് വി ആർ യൂസിങ് ദിസ് ലോജിക് വൈൽ r.next. R is the object of this table, അല്ലെങ്കിൽ R ടേബിൾ ആണ്. r.next നെക്സ്റ്റ് റെക്കോർഡ് ഉള്ളത് വരെ, നെക്സ്റ്റ് റെക്കോർഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് വൈൽ ട്രൂ, വൈൽ r.next equal to true ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? r.get int of 1, ഒന്നാമത്തെ ഫീൽഡിന്റെ വാല്യൂ എടുക്കുക. അത് ഗെറ്റ് ഇൻറ്റ്. അപ്പോൾ അവിടെ നോക്കുക, അവിടെ ഗെറ്റ് ഇൻറ്റ് എന്നല്ല, ഗെറ്റ് x അതായത് ദിസ് ക്യാൻ ബി ഡിഫറെൻറ്റ് ടൈപ്സ്. നോക്കുക, ഇവിടെ ഗെറ്റ് സ്ട്രിങ് ഉണ്ട്, ഗെറ്റ് ഇൻ ഉണ്ട്, ഗെറ്റ് ഫ്ലോട്ട് ഉണ്ട്. അപ്പോൾ ആ ഒരു ഡാറ്റാബേസിനകത്ത് ഫസ്റ്റ് വാല്യൂ ഇൻറ്റിജർ ആണെങ്കിൽ വി നീഡ് ടു യൂസ് ഗെറ്റ് ഇൻറ്റ്. ഗെറ്റ് ഇൻറ്റ് ഓഫ് 1 മീൻസ് ഒന്ന് ഇപ്പോൾ നിൽക്കുന്ന റെക്കോർഡിൻ്റെ, അതായത് r.next. നമുക്കറിയാം ടേബിൾ മനസ്സിൽ കാണുക. ഈ ടേബിളിനകത്ത് ഒന്നാമത്തെ റെക്കോർഡ് പോയിന്റ് നിൽക്കുകയാണ്. ഒന്നാമത്തെ റെക്കോർഡിൽ ഒന്നാമത്തെ കോളം ഇൻറ്റിജർ ആണെങ്കിൽ ഗെറ്റ് ഇൻറ്റ് ഓഫ് 1. ഒന്നാമത്തെ റെക്കോർഡിൽ രണ്ടാമത്തെ കോളം സ്ട്രിങ് ആയതുകൊണ്ട് ഗെറ്റ് സ്ട്രിങ് ഓഫ് 2. അപ്പോൾ ഇപ്പോൾ പോയിന്റിൽ നിൽക്കുന്ന റെക്കോർഡിനകത്ത് നിന്ന് ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും കോളംസ് എക്സ്ട്രാക്ട് ചെയ്തിട്ട് പ്രിന്റ് ചെയ്യാം. അതാണ് system.out.println. അത് കഴിയുമ്പോൾ എന്ത് ചെയ്യണം? അത് കഴിയുമ്പോൾ വീണ്ടും വൈൽ ലൂപ്പാണ്. അതായത് അഗെയിൻ r.next. അത് ഈ ട്രാവേഴ്സസ് ടു ദി നെക്സ്റ്റ് റെക്കോർഡ്, അടുത്ത റെക്കോർഡിലേക്ക് പോകും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ കോളം വാല്യൂസ് എടുത്ത് പ്രിന്റ് ചെയ്യുന്നു. സിമ്പിൾ ലോജിക്കാണ്. അപ്പോൾ r.next എന്ന് പറയുമ്പോൾ ഇറ്റ് ട്രാവേഴ്സസ് ടുവേർഡ്സ് ദി നെക്സ്റ്റ് റെക്കോർഡ്. അപ്പോൾ വൈൽ r.next ഉള്ളത് വരെ എന്ന് പറയുമ്പോൾ എൻഡ് ഓഫ് റോസ് വരെ ഓരോന്ന് ചെയ്യും, ഇത് ട്രാവേഴ്സ് ചെയ്യും. എന്നിട്ട് ഓരോ ഫീൽഡ് മാത്രം എടുത്ത് പ്രിന്റ് ചെയ്യും. ഇതിനകത്ത് r.get int of 1 മാത്രം കൊടുക്കുകയാണെങ്കിൽ ആ ടേബിളിനകത്ത് ഒന്നാമത്തെ കോളം മാത്രം പ്രിന്റ് ചെയ്യും. ഓക്കെ, പ്ലസ് ഇസ് ഫോർ കൺകാറ്റിനേഷൻ. 2 റെക്കോർഡ്സ് കൂട്ടി ചേർത്ത് എഴുതാൻ വേണ്ടിയാണ് പ്ലസ് എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റെപ്പുകൾ. രജിസ്റ്റർ ആൻഡ് അപ്രോപ്രിയേറ്റ് ഡ്രൈവർ, എസ്റ്റാബ്ലിഷ് കണക്ഷൻ, ക്രിയേറ്റ് സ്റ്റേറ്റ്മെന്റ്, എക്സിക്യൂട്ട് സ്റ്റേറ്റ്മെന്റ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി പഠിക്കുക. ഇത് രജിസ്റ്ററിംഗ് ഡ്രൈവറാണ്, ഇത് കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്, ഇത് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കലാണ്, ഇത് എക്സിക്യൂഷനാണ്, ഇത് റിസൾട്ട് സ്ക്രീനിൽ കാണിക്കുന്നതാണ്. ഓക്കെ, സോ ഇത് വളരെ കൊടുത്തിട്ടുണ്ട്. ഷോർട്ടായിട്ട് നിങ്ങൾ അത് പഠിക്കുക. അതായത് ഡാറ്റാബേസ് കണക്ഷൻ സ്റ്റെപ്പുകൾ അതൊക്കെയാണ്. ഓക്കെ, ഐ വിൽ ഷോ വൺ പ്രോഗ്രാം ഓൾസോ വിച്ച് വർക്ക്സ് ഇൻ MySQL. അപ്പോൾ ഇത് MySQLിലെ പ്രോഗ്രാമാണ്. So MySQL now create a GUI, graphic interface, which accepts details of student and to store them in a database. എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ ഫ്രെയിം, പാനൽ, ലേബിൾ, ടെക്സ്റ്റ് ഫീൽഡ് എല്ലാം കൊടുത്തിട്ടുണ്ട്. കണക്ഷൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കണക്ഷൻ ഒബ്ജക്റ്റ് ആണ്. ആൻഡ് വി ഹാവ് വൺ മോർ ക്ലാസ് കോൾഡ് പ്രിപ്പയർ സ്റ്റേറ്റ്മെന്റ്. അവിടെ പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ സ്റ്റേറ്റ്മെന്റ് എന്നാണ് പറഞ്ഞത്, സ്റ്റേറ്റ്മെന്റ് എസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിനകത്തൊരു പ്രശ്നമുള്ളത് സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ് വേർ ഒരു കണ്ടീഷൻ വേണമെങ്കിൽ ആ കണ്ടീഷൻ കൊണ്ട് വാല്യൂ നമുക്ക് കിട്ടുന്ന റൺ ടൈമിലായി.
അങ്ങനെ റൺ ടൈമിനകത്ത് വാല്യൂസ് കിട്ടുന്ന പാരാമീറ്റേഴ്സ് ഉപയോഗിക്കുന്ന ക്വറീസ് ആണെങ്കിൽ വി നീഡ് ടു ക്രിയേറ്റ് ദി ഒബ്ജക്റ്റ് ഓഫ് പ്രിപ്പയർഡ് സ്റ്റേറ്റ്മെന്റ്. അതാണ് കൊടുത്തിരിക്കുന്നത്. വി ആർ ക്രിയേറ്റിംഗ് എ ഒബ്ജക്റ്റ് ഓഫ് ദി പ്രിപ്പയർഡ് സ്റ്റേറ്റ്മെന്റ്. ഇതിനകത്ത് നോക്കുക, ഇതിനകത്ത് വി ആർ യൂസിങ് MySQL. അതുകൊണ്ട് തന്നെ എന്താണ് ഡ്രൈവർ മാറി. ക്ലാസ് ഫോർ നെയിം com.mysql.jdbc.driver ഡ്രൈവർ മാറി. അതിൻ്റെ കണക്ഷൻ്റെ സ്റ്റൈലും മാറി. ഡ്രൈവർ ഡോട്ട് ഗെറ്റ് കണക്ഷൻ JDBC ODBC എന്നല്ല കൊടുത്തത്. JDBC MySQL ആ ലോക്കൽ കമ്പ്യൂട്ടറിനകത്തുള്ള ടേബിളിൻ്റെ പേര് കൊടുത്തു. അതുപോലെ യൂസർ നെയിം പാസ്വേഡ് കൊടുത്തു. ദിസ് വാസ് ദി യൂസർ നെയിം ആൻഡ് പാസ്വേഡ്. ഓക്കെ. ഇവിടെ കൊടുത്തിരിക്കുന്നത് അതായത് പ്രിപ്പയർ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചിട്ട് 3 വാല്യൂസ് ഇൻസേർട്ട് ചെയ്യണം, 2 വാല്യൂസ്. അപ്പോൾ വി ആർ യൂസിങ് എ ക്രിയേറ്റ് സ്റ്റേറ്റ്മെന്റിന് പകരം ഐ ആം യൂസിങ് പ്രിപ്പയർ സ്റ്റേറ്റ്മെന്റ്. അതിനകത്ത് ഇൻസേർട്ട് ഇൻറ്റു സ്റ്റുഡ് ആ ടേബിൾ പേര് വാല്യൂസ് 2 ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കും. ഇവിടെ നിന്ന് പറഞ്ഞിരിക്കുന്നത് സെറ്റ് ഇൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മാർക്കിന് പകരം ടെക്സ്റ്റ് ബോക്സിനകത്തുള്ള വാല്യൂ എടുത്ത് ടെക്സ്റ്റ് ആക്കി മാറ്റിയിട്ട് സെറ്റ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മാർക്കിന് പകരം ഞാൻ പറഞ്ഞു റൺ ടൈമിനകത്ത് കിട്ടുന്ന വാല്യൂസ് ഉപയോഗിക്കാൻ നമുക്ക് എന്ത് ഉപയോഗിക്കണം? വി നീഡ് ടു യൂസ് ദി ക്ലാസ് കോൾഡ് പ്രിപ്പയർഡ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തു, അപ്പോൾ അതിനകത്ത് 2 ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തു. ക്വസ്റ്റ്യൻ മാർക്ക് എന്താണ്? ക്വസ്റ്റ്യൻ മാർക്ക് മീൻസ് വാല്യൂസ് ആർ നോട്ട് അവൈലബിൾ നൗ. അത് കഴിഞ്ഞ് നമ്മൾ സെറ്റ് ചെയ്യാം, വാല്യൂ കിട്ടുമ്പോൾ സെറ്റ് ചെയ്യാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മാർക്കിന് പകരം t1.getText ടെക്സ്റ്റ് ബോക്സ് 1 ടെക്സ്റ്റ് എടുത്തിട്ട് നമ്പറാക്കി മാറ്റിയിട്ട് അവിടെ സെറ്റ് ചെയ്യണം. s.setString രണ്ടാമത്തെ വാല്യൂ എന്താണ്? ടെക്സ്റ്റ് ബോക്സ് T2 വാല്യൂ ആണ്. ഇതിനകത്ത് ഒരു നമ്പറും ഒരു ടെക്സ്റ്റും വായിക്കുന്ന 2 ഫീൽഡ് മാത്രമുള്ള ഒരു ഡാറ്റാബേസ് ആണ് ഉപയോഗിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ഫീൽഡ് ഈസ് ഇൻറ്റിജർ, സെക്കൻഡ് ഫീൽഡ് ഈസ് ടെക്സ്റ്റ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മാർക്കിന് പകരം ഫസ്റ്റ് ടെക്സ്റ്റ് ബോക്സ് വാല്യൂ എടുത്ത് നമ്പറാക്കി മാറ്റിയിട്ട് സെറ്റ് ചെയ്തു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മാർക്കിന് പകരം ഈ 1 and 2 ഇൻഡിക്കേറ്റ്സ് ക്വസ്റ്റ്യൻ മാർക്ക് നമ്പേഴ്സ്. അപ്പോൾ 3 പാരാമീറ്ററിനെയും മൂന്നാമത്തെ സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് എക്സിക്യൂട്ട് ചെയ്തു. ഓക്കെ. And this is the syntax for showing a message box on the screen in a graphic interface. J option pane dot show message dialog frame -ആണ് then message. So this is the message for showing a message in the screen. അപ്പോൾ ഇത്രയും ആണ് ഡാറ്റാബേസിൻ്റെ കണക്ഷനകത്തുള്ളത്. ഡാറ്റാബേസിനകത്ത് ഈ 4 സ്റ്റെപ്പ് ഉള്ളത്. ഡ്രൈവ് രജിസ്റ്റർ ചെയ്യുക, കണക്ട് ചെയ്യുക, സ്റ്റേറ്റ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ parameterized ആണെങ്കിൽ you need to create the object of the prepared statement class and need to prepare the query using the prepare statement method. Okay. ഇനി if you are using non parameterized query ആണെങ്കിൽ you can use this one. You can create statement and you can create the function, use the function create statement. Okay. So this is about database. ഡാറ്റാബേസിനകത്ത് വളരെ സിമ്പിളാണ്, 4 സ്റ്റെപ്പുകൾ മതി. ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്യാനായിട്ട് കറസ്പോണ്ടിങ് സിൻടാക്സ് എഴുതുക, അത് കഴിഞ്ഞ് വാല്യൂസ് പ്രോസസ്സ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഡാറ്റാബേസിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് ഐ വിൽ ബി ഷെയറിങ് the different lab questions for doing in the lab. Okay. And Manual Singh and I will be having one more video which explains the programs. Okay. Brief ആയിട്ട് പ്രോഗ്രാംസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ കൂടി ചെയ്യുന്നതാണ്. So you can see the videos for lab questions. Okay. Thank you.